ഹലോ പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോട്ടുംപാടം. ഒരു ചെറിയ സംശയം. അതായത് ഇന്ന് KSUവിൻ്റെ പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചല്ലോ. മന്ത്രി ഇപ്പോൾ ICUവിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് വീഡിയോ തലങ്ങും വിലങ്ങും നോക്കി മന്ത്രിനെ ആരെങ്കിലും കഴുത്തിന് കുത്തുന്നുണ്ടോ, വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി അടിക്കണുണ്ടോ, എവിടെയെങ്കിലും വീണോ എന്ന് തുടങ്ങി സകല വീഡിയോകളും പരിശോധിച്ചു. അതിൽ ഏറ്റവും വലിയൊരു തെളിവായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. ആർക്കെങ്കിലും അങ്ങനെ മന്ത്രിക്ക് അപകടം ഉണ്ടാകണ മന്ത്രിയെ ആക്രമിക്കണ ഒരു സീന് കിട്ടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തി. കാരണം എന്താ വെച്ചാൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. അത് ജനാധിപത്യത്തോട് ചെയ്യുന്ന വളരെ വലിയ ക്രൂരതയാണ്. പക്ഷേ എത്രയോ വീഡിയോകൾ പരിശോധിച്ചിട്ടും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ ICUവിൽ പ്രവേശിപ്പിക്കേണ്ട രീതിയിൽ ആയി മാറുന്ന ഒരു തലത്തിലേക്ക് ഇത് കാണുന്നില്ല. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇതൊന്ന് നോക്കി. ആൾക്കാരിങ്ങനെ ഒരു ബാഗ് ഇട്ടൊരു പയ്യനും ഒരു കറുത്ത ഒരു ഷർട്ടും വെള്ള തുണിയെടുത്ത ഒരു KSU പ്രവർത്തകനും മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മറിഞ്ഞിങ്ങനെ നിന്നു. അവർ മന്ത്രി വരുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. മന്ത്രി വരുന്നുണ്ടോ നോക്കി അവിടെ ഇങ്ങനെ നിന്നു. ബാക്കിക്ക് ആ KSU പ്രവർത്തകൻ ബാക്കിക്ക് കരിങ്കൊടി ഉണ്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ കരിങ്കൊടി അപ്പം മുദ്രാവാക്യം വിളിക്കട്ടോ. മുദ്രാവാക്യം വിളിച്ചു. ഓൻ അതോടുകൂടി തടഞ്ഞു കേട്ടോ. പോലീസുകാരെ രണ്ടാളി തടഞ്ഞു. അപ്പോൾ മന്ത്രി എവിടെ നിൽക്കണമെന്ന് നോക്കിക്കോട്ടോ. ഇവരെവിടെ തന്നെ തടഞ്ഞു. മന്ത്രി അപ്പുറത്ത്. അതാക്കണം. മന്ത്രിക്ക് ഒരു കുഴപ്പമില്ല. അവിടെ അടി കിട്ടണമെന്നൊന്നും കാണില്ല. മന്ത്രി വളരെ ഇതായിട്ട് തന്നെ അത് പോലീസുകാർ തടഞ്ഞിട്ടുണ്ട്. പരമാവധി തടഞ്ഞിട്ടുണ്ട്. നല്ല തടച്ചിൽ തന്നെയാണ്. നല്ല ജാഗ്രതയോടുകൂടി തടഞ്ഞിട്ടുണ്ട്. മന്ത്രി അവിടെ ഉണ്ട്. മന്ത്രിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. മന്ത്രി ഉഷാറായിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്. അതിലൊന്നും കുഴപ്പങ്ങൾ കാണില്ല. അപ്പം എൻ്റെ ഒരു സംശയമാണ്, എവിടെയെങ്കിലും ഇങ്ങനെ മന്ത്രിനെ ആക്രമിക്കുന്ന കഴുത്തിന് തല്ലുകയെ അല്ലെങ്കിൽ ഉന്തിടുകയെ തള്ളിയിടുകയെ ചെയ്യണ, അല്ലെങ്കിൽ മന്ത്രി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കൈമുട്ട് തട്ടുക എന്തെങ്കിലും ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു മന്ത്രിനെയൊക്കെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണല്ലോ മന്ത്രി. അപ്പോൾ MLA അത് മന്ത്രിയാവുന്നു. നമ്മളതൊക്കെയാണ്, നമ്മളെല്ലാവരും മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ മന്ത്രിനെ ആക്രമിച്ച് ഈ കോലത്തിൽ ICUവിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഏതായാലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി. തെറി എന്തായാലും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് കയ്യിലില്ലെങ്കിൽ എന്നെ തെറി വിളിക്കാന്നല്ലാതെ വേറെ രക്ഷയൊന്നും ഉണ്ടാവില്ല. അതിന് നമുക്ക് വകുപ്പില്ല. ഏതായാലും ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ആരാണ് ഇതിങ്ങനെ ചെയ്തത് എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ KSUക്കാരനും അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരനും അല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും അല്ല. പക്ഷെ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാവരും തിരയുന്നുണ്ടാവും. കൂട്ടത്തിൽ ഞാനും ഇത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൽ കാണാലോ. വീഡിയോ ഇതാക്കണം, മന്ത്രിയെ കുത്തുന്നു, ആ ഭാഗം കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പോൾ നമുക്കിത് കാണാലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, ശരി.